നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലഞ്ചേരി ഭഗവതിയാണ് സത്യം. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കാൻ. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? പണ്ടോട്ടേ ഉള്ള ഡൗട്ടാണ്, കടിച്ച പാമ്പിനെ തിരിച്ചു വിഷം ഇറങ്ങി കഴിഞ്ഞാൽ വിഷം ഇറങ്ങി പോവോ? കേട്ടോ, റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ്. അല്ലേ വലിയ രാമനായരെ? അതെ, ചെറിയ രാമനായരെ. അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്ന സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഒരു പ്രത്യേക ജീവിതല്ലേ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അത് വരുന്നു, ആ സെയിം ആളുടെ കടിച്ച അവിടെ നിന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു, എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ള് തമാശ എന്നൊക്കെ പറയും. എന്ത് തോന്നിയോ സാറേ കാണിക്കുന്നത്? ചിരിക്കുന്നു. ഇനി മേലാൽ എന്തെങ്കിലും തമാശക്ക് നീ ചിരിക്കുന്നത് കണ്ട കള്ളപ്പന്നി. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം.